വേനലവധിക്കാലമായതോടെ യാത്രകൾ പോകാനുള്ള തിരക്കിലാണ് ഭൂരിഭാഗം പേരും. എന്നാൽ ബജറ്റിൽ ഒതുങ്ങില്ലെന്ന് കരുതി പലരും തങ്ങളുടെ പ്രിയപ്പെട്ട സ്ഥലങ്ങളിലേക്ക് യാത്ര പോകാൻ മടിക്കാറുണ്ട്. ഇപ്പോഴിതാ കുറഞ്ഞ ചെലവിൽ സ്വപ്നതുല്യമായ അവധിക്കാലം ആഘോഷിക്കാൻ സാധിക്കുന്ന ഒരു രാജ്യത്തെ പറ്റിയുള്ള ചർച്ചകളാണ് സോഷ്യൽ മീഡിയയിൽ നിറയുന്നത്. സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസറായ ഒരു യുവതി തന്റെ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ടിൽ പോസ്റ്റ് ചെയ്ത വീഡിയോയിലാണ് ഈ രാജ്യത്തെപ്പറ്റി പറയുന്നത്. കയ്യിൽ ബജറ്റ് കുറവായതുകൊണ്ട് മനസ്സിന് മടിക്കണ്ട. ലോകത്തിലെ ഏറ്റവും ചിലവ് കുറഞ്ഞ പ്രിയപ്പെട്ട ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷനായ ഉസ്ബെക്കിസ്ഥാൻ ഒരുക്കിയിരിക്കുന്നത് അതിശയിപ്പിക്കുന്ന കാര്യങ്ങളാണ്. ഒരു ദിവസം 1200 രൂപയിൽ താമസം മുതൽ 100 രൂപയിൽ ഭക്ഷണം വരെയുള്ള സൗകര്യങ്ങൾ കുറഞ്ഞ ചെലവിൽ ആസ്വദിക്കാം. മധ്യ ഏഷ്യയിൽ കരയാൽ ചുറ്റപ്പെട്ട ഏറ്റവും മനോഹരമായ രാജ്യങ്ങളിലൊന്നാണ് ഉസ്ബെക്കിസ്ഥാൻ. മുൻപ് ഈ രാജ്യം സോവിയറ്റ് യൂണിയന്റെ ഭാഗമായിരുന്നു. 1991 ഡിസംബറിൽ സ്വതന്ത്ര രാജ്യമായി. പടിഞ്ഞാറും വടക്കും കസാക്കിസ്ഥാൻ, കിഴക്ക് കിർഗിസ്ഥാൻ, തജാക്കിസ്ഥാൻ, തെക്ക് അഫ്ഗാനിസ്ഥാൻ, തുർക്ക്മെനിസ്ഥാൻ എന്നിവയാണ് അതിരുകൾ. സമ്പന്നമായ ചരിത്രവും അതിനെ അടയാളപ്പെടുത്തുന്ന ആകർഷകമായ നിർമ്മിതികളുമോടെ സഞ്ചാരികൾക്ക് അതിശയകരമായ അനുഭവം സമ്മാനിക്കുന്ന ഒരു രാജ്യമാണ് ഉസ്ബെക്കിസ്ഥാൻ. അധികമൊന്നും സഞ്ചാരികൾ എത്താറില്ലെങ്കിൽ പോലും എത്തുന്നവർക്ക് അതിൻ്റെ അതുല്യ സൗന്ദര്യവും വിസ്മയജനകമായ അനുഭവങ്ങളുമൊക്കെയാണ് കാത്തിരിക്കുന്നത്. സ്വതന്ത്രയുടെ നാട് എന്നറിയപ്പെടുന്ന ഈ രാജ്യത്തെ സംബന്ധിച്ചും അതിൻ്റെ വ്യത്യസ്തമായ സവിശേഷതകളെക്കുറിച്ചും കൂടുതൽ മനസ്സിലാക്കാം. നിരവധി ശക്തരായ ഭരണാധികാരികളുടെ അധിനിവേശവും മാറ്റങ്ങളും അനുഭവിച്ച ഒരു നാടാണ് ഉസ്ബെക്കിസ്ഥാൻ. BC 4-ാം നൂറ്റാണ്ടിൽ മഹാനായ അലക്സാണ്ടർ ചക്രവർത്തിയുടെ അധിനിവേശ കാലത്ത് ഇത് പേർഷ്യൻ സാമ്രാജ്യത്തിന്റെ ഭാഗമായിരുന്നു. പിന്നീട് 13-ാം നൂറ്റാണ്ടിൽ ചെങ്കിസ് ഖാന്റെ നേതൃത്വത്തിൽ മംഗോളികൾ ഈ ഭൂമിയെ കീഴടക്കി. സെൽകുച്ച് തുർക്കികളുടെ പിടി മോചിപ്പിച്ചു. 16-ാം നൂറ്റാണ്ടിൽ തമർലെയിൻ സാമ്രാജ്യത്തിന്റെ കീഴിലായി ഈ പ്രദേശം വികസിച്ചു. 1925-ൽ ഉസ്ബെക്കിസ്ഥാൻ സോവിയറ്റ് യൂണിയന്റെ ഭാഗമായതോടെ ഇത് ഉസ്ബെക്കിസ്ഥാൻ സോവിയറ്റ് സോഷ്യലിസ്റ്റ് റിപ്പബ്ലിക് എന്ന് അറിയപ്പെട്ടു. ദീർഘകാലം സോവിയറ്റ് നിയന്ത്രണത്തിലായിരുന്ന ഈ രാജ്യം 1991-ൽ സ്വാതന്ത്ര്യം നേടി പുതിയൊരധ്യായം ആരംഭിച്ചു. ലോകത്തിലെ ഏറ്റവും ചെലവ് കുറഞ്ഞ വിനോദസഞ്ചാര കേന്ദ്രമാണ് ഉസ്ബെക്കിസ്ഥാൻ എന്ന് ഇൻഫ്ലുവൻസറായ യുവതി പറയുന്നു. ഉസ്ബെക്കിസ്ഥാനിലേക്ക് യാത്ര ചെയ്യാൻ ഏകദേശം $78, അതായത് 6700 രൂപ മതിയാകുമെന്നാണ് യുവതി പറയുന്നത്. $78 ഉസ്ബെക്കിസ്ഥാനി കറൻസിയിലേക്ക് വിനിമയം ചെയ്താൽ 10 ലക്ഷം സോംസ് ലഭിക്കും. സോംസ് എന്നത് ഉസ്ബെക്കിസ്ഥാനിലെ പ്രാദേശിക കറൻസിയാണ്. ഈ പണം കൊണ്ട് രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിലേക്ക് യാത്ര ചെയ്യാൻ സാധിക്കും. ഉസ്ബെക്കിസ്ഥാനിൽ ഭക്ഷണം, താമസ സൗകര്യത്തിനുള്ള ഹോട്ടലുകൾ എന്നിവയ്ക്കും ചെലവ് വളരെ കുറവാണെന്ന് യുവതി വീഡിയോയിൽ പറയുന്നു. പ്രഭാത ഭക്ഷണം ഉൾപ്പെടെയുള്ള ഉസ്ബെക്കിസ്ഥാനിലെ ഒരു ഹോട്ടൽ മുറിക്ക് വെറും 1200 രൂപ മാത്രമാണ് വാടക. ഒരു ലക്ഷറി മീൽ 300 മുതൽ 500 സോംസ്. ശ്രദ്ധേയമായ പ്ലോവ്, സംസ തുടങ്ങിയ പ്രാദേശിക വിഭവങ്ങൾ. 1000 സോംസ്, അതായത് 8 രൂപ മുതൽ ട്രെയിനിൽ യാത്ര ചെയ്യാം. ടാക്സികളിൽ വളരെ ചെലവ് കുറച്ച് യാത്ര ചെയ്യാം. സാംസ്കാരിക സ്ഥലങ്ങൾ കാണാൻ ടിക്കറ്റ് 10,000 സോംസ്, അതായത് 80 രൂപ മാത്രം. ഇവിടെയുള്ള ബസാറുകൾ വിസ്മയിപ്പിക്കും. പഴങ്ങൾ, വസ്ത്രങ്ങൾ, ക്രാഫ്റ്റ് ഇവയെല്ലാം വൻതോതിൽ വാങ്ങാം. എല്ലാം വളരെ ചീപ്പ് റേറ്റാണ്. 1 കിലോ ആപ്പിൾ 200 സോംസ്, അതായത് വെറും 1.6 രൂപ എന്ന് പറയുമ്പോൾ എത്രമാത്രം ബജറ്റ് ഫ്രണ്ട്ലിയാണ് ഈ രാജ്യമെന്ന് മനസ്സിലാക്കാം. ഇതല്ലേ ശരിക്കും ബജറ്റ് ടൂറിസം? ചരിത്രം, സാംസ്കാരികം, സാഹസിക യാത്ര എല്ലാം ഒരേയിടത്ത്. സമർഖണ്ഡ്, ബുഖാറ, ഖിവ പോലെയുള്ള പുരാതന നഗരങ്ങൾ യുനെസ്കോ വേൾഡ് ഹെറിറ്റേജ് സൈറ്റുകളാണ്. ഒരു സിൽക്ക് റോഡ് അനുഭവം സൗജന്യമായി ആസ്വദിക്കാം. ഉസ്ബെക്കിസ്ഥാനിൽ യുനെസ്കോ അംഗീകരിച്ച 5 ലോക പൈതൃക സൈറ്റുകൾ നിലനിൽക്കുന്നു. അവയിൽ ഏറ്റവും പ്രശസ്തമായ ഒന്നാണ് ഇച്ചാൻ കാല. ഒരു കാലത്ത് യാത്രികർക്ക് ആശ്രയമായിരുന്ന മധ്യകാലീന നഗരം. 2-ാം സ്ഥാനം ബുഖാറയ്ക്കാണ്. ഇത് സിൽക്ക് റൂട്ടിന്റെ പ്രധാന കേന്ദ്രങ്ങളിലൊന്നായിരുന്നു. കൂടാതെ 2000 വർഷത്തിലധികം പഴക്കമുള്ളതാണ്. സമർഖണ്ഡ് വിവിധ സംസ്കാരങ്ങൾ കൂടിച്ചേരുന്ന ഒരു സ്ഥലമായി അറിയപ്പെടുന്ന അതിന്റെ ഗംഭീരത കൊണ്ട് ശ്രദ്ധേയമാണ്. വെസ്റ്റേൺ ടിയാൻ ഷാൻ ഉസ്ബെക്കിസ്ഥാനിലെ മറ്റൊരു ലോക പൈതൃക സൈറ്റാകുന്നു. കൂടാതെ ചരിത്രപരമായി മഹത്തായ ഷാക്രസ്യാപ്സിന്റെ കേന്ദ്രവും ഈ പട്ടികയിൽ ഉൾപ്പെടുന്നു. ഒരു കാലത്ത് 26,300 ചതുരശ്ര മൈൽ വിസ്തീർണമുള്ള ആറൽ കടൽ ലോകത്തിലെ 4ാമത്തെ വലിയ തടാകമായി കണക്കാക്കിയിരുന്നു. എന്നാൽ 1960കളിൽ പരുത്തി കൃഷിക്കായി നദികളുടെ ഒഴുക്ക് വഴിമാറ്റിയതോടെ ഇത് കണക്കാക്കാത്ത രീതിയായി ചുരുങ്ങി.
2009 കണക്കുകൾ പ്രകാരം തെക്ക് കിഴക്കൻ ഭാഗം പ്രായോഗികമായി വറ്റിവരേണ്ടിയിരിക്കുകയാണ്. ഈ പരിസ്ഥിതിപരമായ അപകടം ഇന്ന് ലോകമെമ്പാടുമുള്ള ശാസ്ത്രജ്ഞരുടെയും പരിസ്ഥിതി പ്രവർത്തകരുടെയും ശ്രദ്ധയാകർഷിച്ചിരിക്കുന്നു. ഉസ്ബെക്കിസ്ഥാൻ അതിമനോഹരമായ കലാസൗന്ദര്യമുള്ള വാസ്തുശില്പങ്ങളുടെ നാടാണ്. ഇസ്ലാമിക വാസ്തുവിദ്യയുടെ ശോഭയാർന്ന ഉദാഹരണങ്ങളായ ദേവാലയങ്ങൾ, കൊട്ടാരങ്ങൾ, ശവകുടീരങ്ങൾ എന്നിവ ഈ പ്രദേശത്തെ പ്രത്യേകതയുള്ളതാക്കുന്നു. സമർഖണ്ഡ്, ബുഖാര എന്നിവയാണ് ഇതെല്ലാം കൂടുതലായി നിലനിൽക്കുന്ന പ്രധാന നഗരങ്ങൾ. ഇവിടുത്തെ പള്ളികളും ആരാധനാലയങ്ങളും നാട്ടുകാരുടെ ജീവിതത്തോടും ആചാരാനുഷ്ഠാനങ്ങളോടും ആഴത്തിൽ ബന്ധപ്പെട്ടിരിക്കുന്നു. സമർഖണ്ഡ് ഈ മേഖലയുടെ ചരിത്രപൂർവ്വകാലത്തെ സാക്ഷ്യപ്പെടുത്തുന്നത് പോലെയാണ്. 7-ാം നൂറ്റാണ്ടിൽ ഈ നാട്ടിലേക്ക് ഇസ്ലാമിനെ കൊണ്ടുവന്ന തമർലെയ്ൻ ചക്രവർത്തി, പ്രശസ്ത ജ്യോതിശാസ്ത്രജ്ഞൻ ഉലുഗ് ബെഗ്, പ്രവാചകൻ മുഹമ്മദ് നബിയുടെ ബന്ധുവായ ഹുസാം ഇബ്നു അബ്ബാസ് എന്നിവരുടെ ശവകുടീരങ്ങൾ ഇവിടെയുണ്ട്. ഇസ്ലാം മതവിശ്വാസികൾ മാത്രമല്ല, ക്രൈസ്തവരും ജൂതരും ഈ സ്ഥലത്തോട് പ്രത്യേക ആദരവാണ് പുലർത്തുന്നത്. ബൈബിളിലെ പ്രവാചകനായ ഡാനിയേൽ അന്ത്യവിശ്രമം കൊള്ളുന്നത് സമർഖണ്ഡിലാണ്. ഇത് ജൂതമത വിശ്വാസികൾക്കും ആരാധനാലയമായി തുടരുന്നു. ഉസ്ബെക്കിസ്ഥാനിൽ സ്ഥിതി ചെയ്യുന്ന മുരുന്തോ സ്വർണ്ണഖനി ലോകത്തിലെ ഏറ്റവും വലിയ ഓപ്പൺ പിറ്റ് സ്വർണ്ണഖനികളിലൊന്നാണ്. ഇത് ക്യുസെൽക്കം മരുഭൂമിയിൽ സ്ഥിതി ചെയ്യുന്നു. പ്രതിവർഷം ഏകദേശം 2 ദശലക്ഷം ഔൺസ് സ്വർണം ഇവിടെ ഉൽപ്പാദിപ്പിക്കപ്പെടുന്നുണ്ട്. ഈ ഗിഗാന്തർ ഖനിയുടെ വലിപ്പം ഏതാണ്ട് 3.35 കിലോമീറ്റർ നീളവും 2.5 കിലോമീറ്റർ വീതിയുമുണ്ട്. കൂടാതെ 560 മീറ്ററോളം ആഴവുമുണ്ട്. 1958 ഇത് ആദ്യമായി കണ്ടെത്തിയത്. തുടർന്ന് 1967 വാണിജ്യ ഖനനം ആരംഭിച്ചു. 2020 ഉസ്ബെക്കിസ്ഥാനിൽ 101.6 ടൺ സ്വർണം ഉൽപ്പാദിപ്പിച്ചു. ഇത് ലോകത്തിലെ 12ാമത്തെ ഏറ്റവും വലിയ സ്വർണ്ണ ഉൽപ്പാദക രാജ്യമാണ്. രാജ്യ കയറ്റുമതിയുടെ 44% ഈ വിലയേറിയ ധാതുവിലൂടെയാണ് നേടുന്നത്. താഷ്കെന്റ് എന്ന വാക്കിനർത്ഥം കല്ലുകൊണ്ടുള്ള പട്ടണം എന്നാണ്. ഉസ്ബെക്കിസ്ഥാനിലെ തലസ്ഥാന നഗരമായ താഷ്കെന്റ് ഒരു കാലത്ത് രാജ്യത്തിലെ ഏറ്റവും സമ്പന്നമായ നഗരങ്ങളിലൊന്നായിരുന്നു. ഈ നഗരത്തിൽ സോവിയറ്റ് ഭരണകാലത്തെ സ്മാരകങ്ങൾക്കും ആധുനിക ആകാശചുംബി കെട്ടിടങ്ങൾക്കും ഒരേപോലെ സ്ഥാനമുണ്ട്. ഇതാണ് നഗരത്തിന് ഒരു വ്യത്യസ്തമായ മുഖം നൽകുന്നത്. മ്യൂസിയങ്ങളുടെ നഗരം എന്നറിയപ്പെടുന്ന താഷ്കെന്റിൽ ആയുധങ്ങൾ മുതൽ പൈതൃക കയ്യെഴുത്ത് പ്രതികൾ വരെ സൂക്ഷിച്ചിരിക്കുന്ന നിരവധി മ്യൂസിയങ്ങൾ കാണാം. ഇന്ത്യക്കാർക്ക് താഷ്കെന്റ് ഒരു ചരിത്രപരമായ ബന്ധം കൊണ്ടും സുപ്രധാനമാണ്. 1966 ജനുവരി 10 ഇന്ത്യയുടെ 2ാമത്തെ പ്രധാനമന്ത്രിയായ ലാൽ ബഹദൂർ ശാസ്ത്രി താഷ്കെന്റ് പാലസ് ഹോട്ടലിൽ ഹൃദയാഘാതം മൂലം അന്തരിച്ചു. അന്നത്തെ സോവിയറ്റ് യൂണിയനിൽ പെട്ടിരുന്ന ഈ നഗരത്തിൽ 1965 ഇന്ത്യ പാകിസ്ഥാൻ യുദ്ധത്തിനൊടുവിൽ സമാധാന ഉടമ്പടി ഒപ്പിടാനായി അദ്ദേഹം എത്തിയതായിരുന്നു. ഈ താഷ്കെന്റ് ഉടമ്പടി ശാസ്ത്രിയും പാകിസ്ഥാൻ പ്രസിഡന്റായ മുഹമ്മദ് അയൂബ് ഖാനും ചേർന്നാണ് ഒപ്പുവെച്ചത്. ഉടമ്പടി ഒപ്പുവെച്ച് കഴിഞ്ഞ് കുറച്ച് മണിക്കൂറുകൾക്കകം ശാസ്ത്രിജി ഹൃദയാഘാതം മൂലം മരണമടഞ്ഞത് ചരിത്രത്തിലെ ഒരു രഹസ്യമായി ഇന്നും തുടരുന്നു. നമുക്ക് മാത്രമല്ല താജ്മഹൽ, താഷ്കെന്റുകാർക്കും അവരുടെ താജ്മഹൽ എന്ന പോലെ അതിമനോഹരമായ ദേവാലയം സ്വന്തമായിട്ടുണ്ട്. മിനോർ മോസ്ക്. 2012 നിർമ്മാണം തുടങ്ങിയ ഈ പള്ളി ആമു ദരിയ നദിയുടെ തീരത്താണ് സ്ഥിതി ചെയ്യുന്നത്. ഒരു വർഷത്തിനുള്ളിൽ നിർമ്മാണം പൂർത്തിയാക്കിയ മിനോർ മോസ്ക് അതിന്റെ നീല നിറത്തിലുള്ള മകുടവും മിനാരങ്ങളും കൊണ്ടും ശ്രദ്ധേയമാണ്. ചുവരുകളിൽ നിർമ്മിച്ച സുന്ദരമായ കലാപ്രകടനങ്ങൾ അതിന് അനന്യമായ ഭംഗി നൽകുന്നു. 2400 പേർക്ക് ഒരേ സമയം പ്രാർത്ഥിക്കാനാകുന്ന വിധത്തിലാണ് ഈ പള്ളിയുടെ നിർമ്മാണം. അതിന്റെ അതിമനോഹരമായ വാസ്തുശില്പം മൂലമാണ് താഷ്കെന്റിലെ താജ്മഹൽ എന്ന വിശേഷണം ഇതിന് ലഭിച്ചത്. നിരവധി പേരാണ് യുവതിയുടെ വീഡിയോ ഇതിനോടകം കണ്ടത്. 75 ലക്ഷം പേർ ഇതിനോടകം കണ്ടു കഴിഞ്ഞു. 3 ലക്ഷത്തിലേറെ പേർ വീഡിയോ ലൈക്ക് ചെയ്തു. പലരും ഉസ്ബെക്കിസ്ഥാൻ സന്ദർശിക്കാൻ ആഗ്രഹിക്കുന്നുവെന്ന് വീഡിയോയ്ക്ക് താഴെ കമന്റ് ചെയ്തു. രാജ്യത്തെ സുരക്ഷയെപ്പറ്റിയും ചിലർ ചോദ്യമുന്നയിച്ചു. അതിനുള്ള മറുപടി ഉസ്ബെക്കിസ്ഥാൻ സെൻട്രൽ ഏഷ്യയിലെ ഏറ്റവും സുരക്ഷിതമായ രാജ്യങ്ങളിൽ ഒന്നാണ് എന്നത് തന്നെയാണ്. അതിഥി സൽക്കാരപ്രിയരാണ് ഉസ്ബെക്കിസ്ഥാനികൾ. എന്നാൽ ഉസ്ബെക്കിസ്ഥാനിലെ മനുഷ്യാവകാശ സ്വതന്ത്ര നയങ്ങൾ പലപ്പോഴും അന്താരാഷ്ട്ര സംഘടനകളാൽ വിമർശിക്കപ്പെടാറുണ്ട്. ഇന്ത്യയിൽ ഡൽഹി, മുംബൈ എന്നിവിടങ്ങളിൽ നിന്ന് 25,000 രൂപ മുതൽ റൗണ്ട് ട്രിപ്പ് ഫ്ലൈറ്റ് ലഭിക്കും. ഒപ്പം 30 ദിവസത്തെ ഈ വിസ ഓൺലൈനിൽ എളുപ്പത്തിൽ ലഭിക്കുകയും ചെയ്യും.